കുട്ടികളെ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ പുതിയൊരു മെമ്പർ ഇന്ന് വരുവാണ് കേട്ടോ. നമ്മുടെ കഥാനായകനും കഥാനായികയും ഉണ്ട്. ഇവരുടെ ലൈഫിലാണ് കേട്ടോ മെമ്പർ വരുന്നത്. ഇവരുടെ ലൈഫിൽ വന്ന് നമ്മുടെ ലൈഫിൽ വന്ന പോലാണ്. ഇത് നമ്മുടെ ഗൊറില്ല 450 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3,20,000 ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായിട്ട് ബന്ധപ്പെടണം കേട്ടോ. ഞങ്ങൾക്ക് ഇത് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും ഞങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേപ്പർ വർക്ക് കാര്യങ്ങൾ താണ്ട നമ്മളെ ഫ്രണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു നമുക്ക് എല്ലാ ഹെൽപ്പും ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തന്നിരുന്നത്. അപ്പം നമ്മുടെ പപ്പയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഞാൻ, ഏട്ടൻ, അശ്വിനി, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വരുമ്പോഴും ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് അത്രയും സ്പെഷ്യൽ ഡേ ആണല്ലേ. അപ്പം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആൾ വരുന്നതിന് തുല്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരാളിനെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഷോറൂമിൽ നല്ല രീതിയിലുള്ള ജാക്കറ്റ്സ് പിന്നെ ഹെൽമെറ്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പം അതൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, ജാക്കറ്റ് ഒന്നും. അതൊക്കെ ഇനി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അവിടെ വേറെയും ഒരുപാട് വണ്ടിയുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നാണ്ടെ പപ്പയും പോയി വണ്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഷോറൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് വണ്ടിയുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന ഓരോ വണ്ടിയും നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ദിവസമാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ കാത്തിരുന്ന് നമ്മുടെ വണ്ടി എത്താനായിട്ട് പോവുമായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് കാണിക്കുന്ന ഓരോ വണ്ടിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പൊതുവേ പെൺപിള്ളേർക്ക് അങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ അധികമൊന്നും അറിയാൻ വലിയ സാധ്യതയൊന്നുമില്ല. ആണുങ്ങൾക്കാണെങ്കിൽ അവർക്ക് വണ്ടിയുടെ കാര്യങ്ങളും ഏതൊക്കെ മോഡലാണെന്നും എല്ലാം അവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അവർക്ക് അറിയായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും ദാണ്ട എല്ലാ വണ്ടിമാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വിഷ്ണു പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ദാണ്ട് ഇവിടെ ഒരു ചുമന്ന പുതപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ദാണ്ടെ താക്കോലൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഏറ്റുവാങ്ങുകയാണ് കേട്ടോ. ഏട്ടൻ നിന്നില്ലായിരുന്നു കേട്ടോ. ഏട്ടനാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ ദിവസം എന്ന് പറയുന്നത് ചിന്നുവിനും വിഷ്ണുവും ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ. അങ്ങനെ ദാണ്ടെ നമ്മുടെ വണ്ടി ദാണ്ടെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ലൈഫിലെ ന്യൂ മെമ്പറാണ് ഗൈസ് ഇത് കേട്ടോ. ഹണ്ടർ ആണ് കേട്ടോ. ഹണ്ടർ 350 ആണ് കേട്ടോ. വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. വിഷ്ണുവിന് പുറമെ ചിന്നുവാണ് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതും കളറും ഒക്കെ. ഇവരാദ്യം വേറൊരു വണ്ടിയാണ് എടുക്കാനൊക്കെ ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ കുറേ പേരുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അവർ ഈ വണ്ടി എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോയത് കേട്ടോ. അങ്ങനെ വണ്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂമിലെ സ്റ്റാഫ് തന്നെ വിഷ്ണുവിന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നാണ്ടെ വിഷ്ണു വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ വിഷ്ണുവും നല്ല വണ്ടിയിലൊക്കെ ഇരിക്കുമ്പം നല്ല അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒരു സാധാ ബുള്ളറ്റ് പോലൊന്നും അല്ലെങ്കിലും സാധാ ബുള്ളറ്റ് അതിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷെ 100 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമ്മൾ ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാരണം ചെറുപ്പക്കാരെ ആമ്പിള്ളേരുടെ കയ്യിലൊക്കെ കാണുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ നമ്മൾ ദാണ്ട് ഒരു കറുകമാലയൊക്കെ ഇട്ട് കുറച്ച് പനിനീരൊക്കെ കുടഞ്ഞ് നമ്മൾ ദാണ്ടെ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് നമ്മൾ നാരങ്ങയൊക്കെ വെറ്റിലയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇറക്കാൻ പോവല്ലേ. അപ്പോൾ ചടങ്ങുകളുടെ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അങ്ങനെ എന്തായാലും വിഷ്ണു ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അല്ല അവൻ്റെ ദിവസമാണല്ലോ അത്. അപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് പോകണം. അങ്ങനെ നമ്മുടെ നായകയും ബാക്കിൽ കയറി അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ് കേട്ടോ. ഇവരെ ലഡു വാങ്ങാനായിട്ട് പോകുന്ന പോക്കാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാൻ. അപ്പോൾ അവർ പോയപ്പോഴത്തേക്ക് ദക്ഷു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവനും കൂടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ അവനെ എടുത്ത് കുറച്ചൊന്ന് ഇതാക്കിയൊക്കെ വെച്ചു. അങ്ങനെ കുറേ നേരം അവൻ ഏട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കരച്ചിലൊക്കെ മാറി ഏട്ടൻ ഇങ്ങനെയൊക്കെ തടവുകയൊക്കെയാണ് കേട്ടോ. കാരണം അവനാണെങ്കിൽ മേമയും ചെറിയച്ചനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്നെക്കാട്ടി കൂടുതൽ സ്നേഹം അവൻ അവളോടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ലഡു വാങ്ങാൻ പോയവരെ കാണുന്നില്ല. ഇനി അവരത് വഴി അങ്ങ് തിരുവനന്തപുരം പോയെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തായാലും എത്തിപ്പോയി ഗൈസ്. നമ്മുടെ നായകനും നായിക എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ലഡുവൊക്കെ വാങ്ങി എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ എന്തായാലും ഷോറൂമിലുള്ളവരൊക്കെ നമ്മളോട് ഭയങ്കര നല്ലവരൊക്കെയാണ് കേട്ടോ അവർ ബിഹേവ് ചെയ്തതൊക്കെ. അവരുടെ
അവരുടെ രീതികൾ പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോറൂമിൽ എങ്ങനെയാണോ അവർ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു നല്ല രീതിയിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഇടപഴകിയതാണെങ്കിലും. സർവീസ് ഇത് സൂപ്പറായിരുന്നു. കാരണം അത് വേറെയുള്ള ഷോറൂമിനെ പോലെയൊന്നും അല്ലായിരുന്നു. ഇച്ചിരിയും കൂടി നമുക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷനും കാര്യങ്ങളും ഒക്കെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ താണ്ട വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റാ ബൈ സീ യു.